ഷാഫി പറമ്പിലിൻ്റെ ആ പ്രചാരണത്തിൽ ഉണ്ടായിട്ടുള്ള ആളും ആരവും ഒക്കെ യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലായിരുന്നോ ശൈല ടീച്ചർക്ക് ഉറ്റ ഒരു എതിരാളി എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ചോദിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പടിവാതിക്കിലേക്ക് കേരളം എത്തുകയാണ്. രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തെ തെരഞ്ഞെടുപ്പ് കണക്ക്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം വടകരയായിരിക്കും. കേരളത്തിനകത്ത് മാത്രമല്ല കേട്ടോ, വടകരയിലോ കേരളത്തിനകത്തോ മാത്രമല്ല, നമ്മുടെ പ്രവാസി സമൂഹം ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വടകര. അത് പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല, ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിലുള്ള മത്സരമാണ്. യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലായിരുന്നോ ശൈലജ ടീച്ചർക്ക് ഉറ്റ ഒരു എതിരാളി എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. കെ മുരളീധരനാണോ ശൈലജ ടീച്ചർക്ക് എതിരാളി? അല്ലെങ്കിൽ ശൈലജ ടീച്ചർ വടകര പിടിക്കാൻ ഇറങ്ങുമ്പോൾ ശൈലജ ടീച്ചർ നേരിടാൻ വേണ്ടി തയ്യാറെടുത്തതും കെ മുരളീധരനെയായിരുന്നു. പെട്ടെന്നൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. ഷാഫി പറമ്പിൽ വടകരയിൽ വന്നിറങ്ങുന്നു. ആ മാസ് എൻട്രി വലിയ ചർച്ചയായി. വടകര റെയിൽവേ സ്റ്റേഷൻ നിറഞ്ഞു കവിഞ്ഞ് വടകര അങ്ങാടി മുഴുവൻ വലിയ ആളും ആരവുമായി ഈ ഒരു മാസ് എൻട്രി, ഷാഫി പറമ്പിലിൻ്റെ മാസ് എൻട്രി ശൈലജ ടീച്ചറെയും LDF ക്യാമ്പിനെയും ഒക്കെ ഞെട്ടിച്ചു കളഞ്ഞു എന്നൊക്കെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നു. എന്താണ് വടകരയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ KK ശൈലജ വടകരയിൽ വന്നിറങ്ങുമ്പോൾ അവർക്കൊരു വലിയ ദൗത്യമുണ്ട്, വടകര തിരിച്ചു പിടിക്കുക എന്നുള്ളത്. പി സതീദേവിയൊക്കെ 1 ലക്ഷത്തിൽ പരം വോട്ട് നേടിയ, അതിനു മുൻപ് AK പ്രേമജം ജയിച്ചു കയറിയ, ഒരു സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ള, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉറച്ച സംഘടനാ സംവിധാനങ്ങളുള്ള, ഒഞ്ചിയത്തെ രക്തസാക്ഷികളുടെയൊക്കെ മണ്ണായിട്ടുള്ള, അങ്ങനെ എന്തുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു വടകര പോലൊരു മണ്ഡലം CPMന് നഷ്ടപ്പെടുമ്പോൾ അതും വലിയ നഷ്ടമാണ്. അപ്പോൾ കേരളം മുഴുവൻ നഷ്ടപ്പെട്ടാലും വടകര നഷ്ടപ്പെടാൻ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധി CPMനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ P ജയരാജനെയും അതിനു മുമ്പ് ഷംസീറിനെയും ഒക്കെ ഇറക്കി പല പരീക്ഷണങ്ങൾ നടത്തി ഒടുവിൽ ഇപ്പോൾ ശൈലജ ടീച്ചറെ പോലെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ഇറക്കുന്നു. ശൈലജ ടീച്ചറെ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ സ്വാധീനമുള്ള ഒരു നേതാവിനെ ഇറക്കി ഈ കളം പിടിക്കാനുള്ളൊരു ശ്രമം CPM നടത്തുന്നു എന്നുള്ളത്. അവിടെ ശൈലജ ടീച്ചർക്ക് എതിരിടാൻ തുടക്കത്തിലുണ്ടായിരുന്നത് കെ മുരളീധരനെയായിരുന്നു. കെ മുരളീധരൻ അവിടെ വന്ന് ഇറങ്ങുമ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ 84,000-ൽ പരം ഭൂരിപക്ഷം നേടുന്നു. അപ്പോൾ വടകരയെ പിടിച്ചെടുക്കുക എന്ന ദൗത്യം, വടകര നിലനിർത്തുക എന്ന ദൗത്യം വളരെ വിജയകരമായി കെ മുരളീധരൻ പൂർത്തിയാക്കി. പക്ഷേ കെ മുരളീധരനെ നേരിടാൻ വേണ്ടി ശൈലജ ടീച്ചർ വന്നിറങ്ങിയപ്പോഴേക്കും UDF ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കി. അതാണ് പാലക്കാട് നിന്നും ഷാഫി പറമ്പിലിനെ പോലൊരു യുവരക്തത്തെ വടകരയിൽ കൊണ്ടിറക്കിയത്. ഈ യുവരക്തമായ ഷാഫി പറമ്പിൽ വടകരയിൽ വന്നിറങ്ങിയത്, ആ മാസ് എൻട്രി, അത് വലിയ ചർച്ചയായി. കാരണം വടകരയിലെ റെയിൽവേ സ്റ്റേഷൻ മുതൽ വടകര ടൗൺ വരെ നിറഞ്ഞു കവിഞ്ഞ ത്രിവർണ്ണ പതാകയും മുസ്ലിം ലീഗിൻ്റെ പച്ചപ്പതാകയും ഒക്കെയായി UDFൻ്റെ ഒരു വലിയ ശക്തി പ്രകടനമായി ഷാഫി പറമ്പിലിൻ്റെ ആ റാലി മാറി. ഇതോടുകൂടി LDF ക്യാമ്പ് വലിയ പരിഭ്രാന്തരായി എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായ ഷാഫി പറമ്പിലിൻ്റെ പ്രചാരണം അവിടെ വലിയ ചർച്ചയായി കേരളത്തിലൊക്കെ. ഷാഫി പറമ്പിലിൻ്റെ ആ പ്രചാരണത്തിൽ ഉണ്ടായിട്ടുള്ള ആളും ആരവും ഒക്കെ LDFനെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെ ഞെട്ടിക്കാൻ വേണ്ടി പേരാമ്പ്രയിൽ വലിയൊരു റാലി LDF സംഘടിപ്പിക്കുന്നത്. അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി. ശൈലജ ടീച്ചറുടെ ജനപ്രീതിയൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തു. ഇങ്ങനെ മാസ് എൻട്രി കാണിച്ചും ആളെ കൂട്ടിയും വടകര പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് LDF നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് പാർട്ടികളുടെയും ആളും ആരവും അനക്കിയുള്ള റാലികൾ അടിത്തട്ടിലുള്ള പ്രവർത്തനത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. LDF ക്യാമ്പിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നതും ശൈലജ ടീച്ചർക്ക് വേണ്ടി സോഷ്യൽ മീഡിയ പ്രചാരണം അത്ര സജീവമല്ല. ഷാഫി പറമ്പിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാവുമ്പോൾ ശൈലജ ടീച്ചർക്ക് വേണ്ടിയുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം വളരെ മന്ദഗതിയിലാണ് എന്നൊരു പരാതി ശൈലജ ടീച്ചർക്ക് പോലും ഉണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പണ്ടൊക്കെ CPMൻ്റെ സംഘടനാ സംവിധാനത്തിൽ ഓരോ തലത്തിലും പ്രവർത്തനവും പ്രചാരണവും ഒക്കെ വളരെ ഊർജ്ജപൂർവ്വം നടക്കുന്നത് ആ സംഘടനാ സംവിധാനത്തിൻ്റെ കെൽപ്പ് കൊണ്ടാണ്. അത്തരത്തിൽ ഒരു പ്രചാരണത്തിലേക്ക് എത്തുന്നില്ല എന്നൊരു പരാതി KK ശൈലജ ടീച്ചർക്കുമുണ്ട്. അതുപോലെ തന്നെയാണ് ഷാഫി പറമ്പിലും. ആ ആദ്യ ദിവസത്തെ റാലി
പിന്നീട് പല ഇടങ്ങളിലും ആൾക്കൂട്ടം ഉണ്ടാക്കുന്നതിലും ആരവം ഉണ്ടാക്കുന്നതിലൊക്കെ ഷാഫി പറമ്പിലും പരാജയപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിലവിൽ ആദ്യമുണ്ടാക്കിയ ഓളത്തിൽ നിന്ന് ഒരുപക്ഷെ ഈ കാലാവസ്ഥയുടെ ചൂട് കൊണ്ടും തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലാണ് എന്നുള്ള ഒരു ആയാസം കൊണ്ടുമൊക്കെ ആയിരിക്കാം നിലവിൽ ഷാഫി പറമ്പിലും കെ ശൈലജ ടീച്ചറും ഒക്കെ അവരുടെ പ്രചാരണത്തിൽ ഒരു തണുപ്പൻ മട്ടിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങളുണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇനിയും ശക്തി പ്രകടനത്തിനൊക്കെ സമയമുണ്ട് എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം വന്നതിന് ശേഷമാണോ എന്നറിയില്ല. ഈ ഓളം ഉണ്ടാക്കുന്നതിൽ നിന്ന് രണ്ട് പാർട്ടികളും അല്പം ഒന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രചാരണം അടിത്തട്ടിൽ വ്യാപിക്കുകയാണ്. ഇതിൽ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ഉള്ളതും ഈ മുസ്ലിം വോട്ടുകൾ വടകരയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മുസ്ലിം വോട്ടുകൾ എന്ന് പറയുന്നത് 39% മുസ്ലിം വോട്ടുകളുണ്ട്. അപ്പോൾ മുസ്ലിം വോട്ടുകൾ അപ്പാടെ ഷാഫി പറമ്പിലിന് കിട്ടുമോ എന്നുള്ളതൊന്നും ഒരു സംശയമാണ്. എങ്കിൽ പോലും ഒരു ന്യൂനപക്ഷ ഏകീകരണം സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ തവണ ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടു കൂടി കെ മുരളീധരനെ വോട്ട് ചെയ്തിരുന്നു. ഇത്തവണ ഷാഫി പറമ്പിലിന് അത്തരത്തിലൊരു വോട്ട് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം അവിടെ നാദാപുരത്തും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും വടകരയിലും ഒക്കെയുള്ള ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന് അനുകൂലമായി ചിന്തിക്കുകയാണെങ്കിൽ, ഒരു കൺസോളിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ, കൂട്ടത്തോടു കൂടി വോട്ട് ബാങ്ക് ഒന്നാകെ ഷാഫി പറമ്പിലിന് അനുകൂലമായി ചിന്തിക്കുകയാണെങ്കിൽ വടകരയിൽ വലിയ മാറ്റങ്ങൾ ഷാഫി പറമ്പിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ LDF ഭയപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ യുവാക്കൾക്കിടയിൽ, പെൺകുട്ടികൾക്കിടയിൽ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്കിടയിൽ, യൂത്ത് ലീഗുകാർക്കിടയിലൊക്കെ ഉണ്ടാക്കുന്ന വലിയ ഓളമുണ്ട്. അത് യുവ വോട്ടർമാരെ, വടകരയിൽ എക്കാലത്തും വളരെ സജീവമായിട്ടുള്ള യുവ വോട്ടർമാരെ അതെങ്ങനെ സ്വാധീനിക്കും എന്ന കാര്യത്തിലും വലിയ ആശങ്ക LDF ക്യാമ്പിന് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ UDFന് എതിരാവാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നതും അവിടുത്തെ നായർ വോട്ട് ബാങ്കാണ്. അവിടുത്തെ UDFൻ്റെ, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് നായർ വോട്ട് ബാങ്കാണ്. വലിയ പ്രമാണി നായന്മാരുള്ള, തറവാടി നായന്മാരുള്ള ഒരു സ്ഥലമാണ് വടകര. അവിടുത്തെ നായന്മാർ എങ്ങനെയാണ് ഷാഫി പറമ്പിലിനോട് പ്രതികരിക്കുക എന്നുള്ളതുണ്ട്. പാലക്കാട്ടും അവിടുത്തെ തെരുവുകളിൽ, അവിടുത്തെ അയ്യങ്കാർ വീടുകളിലും അതുപോലെ തന്നെ അവിടുത്തെ അഗ്രഹാരങ്ങളിലുമൊക്കെ സ്വാധീനമുള്ള ഷാഫി പറമ്പിൽ വടകരയിലെ നായന്മാരെ സ്വാധീനിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഈ രണ്ട് ആശങ്കകൾ അവിടെ, ഈ ഒരു ആശങ്ക, ഈ നായർ വോട്ടുകളിലെ ആശങ്ക അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ LDF ക്യാമ്പിനാണെങ്കിൽ ഈ പറയുന്ന ഷാഫി പറമ്പിൽ വന്നതോടുകൂടി ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ശൈലജ ടീച്ചർക്ക് നിപ്പ പ്രതിരോധത്തിൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ പേരാമ്പ്രയിൽ ഉണ്ടാക്കിയ ഇടപെടൽ, അത്തരത്തിൽ ഒരു ടീച്ചർ അമ്മ എന്ന് പറയുന്നൊരു ഇമേജ്, ഇതൊക്കെ സ്ത്രീകളുടെ വോട്ടുകൾ കൂട്ടത്തോടെ സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതിന് അപ്പുറത്തേക്ക് EK, AP തുടങ്ങിയ സമസ്ത സുന്നി വോട്ടുകളെ ക്രോഡീകരിക്കാൻ വേണ്ടി, LDFന് അനുകൂലമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ LDFൻ്റെ ഭാഗത്ത് നടത്തിയെന്ന് പറയുന്നു. അതുപോലെ ഈ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമാണ് വടകര ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെക്കുറിച്ച് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഷാഫി പറമ്പിൽ പറയുകയുണ്ടായി. പക്ഷേ എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചർ അത് അധികം ബാധിക്കാൻ സാധ്യതയില്ല. ഈ P ജയരാജനെ ബാധിച്ച പോലെ, ഷംസീറിനെ ബാധിച്ചതുപോലെ ഈ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ശൈലജ ടീച്ചറെ ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ശൈലജ ടീച്ചർ ഒരു ടീച്ചർ അമ്മ എന്നൊരു ഇമേജുള്ള, വളരെ ലാളിത്യമുള്ള, വാത്സല്യമുള്ള ഒരു ഇമേജ് നിൽക്കുമ്പോൾ ഈ പിണറായി വിജയൻ്റെ ഒരു നയം, അല്ലെങ്കിൽ പിണറായി വിജയനോടുള്ള എതിർപ്പ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള എതിർപ്പ്, അത്തരത്തിലുള്ള ഒരു കാർക്കശ്യത്തോടുള്ള എതിർപ്പ്, ചന്ദ്രശേഖരനെ കൊന്ന പാർട്ടി എന്നുള്ള എതിർപ്പ്, അതൊന്നും തന്നെ ശൈലജ ടീച്ചറെ ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ UDF പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം ഈ ഭരണവിരുദ്ധ വികാരമാണ്. ഈ ഭരണവിരുദ്ധ വികാരവും ശൈലജ ടീച്ചർ പറയുന്നത് ശൈലജ ടീച്ചറെ ബാധിക്കാത്തൊരു ഘടകമാണ്. കാരണം ഈ മന്ത്രിസഭയുടെ ഭാഗമൊന്നുമല്ല. ഒന്നാം പിണറായി സർക്കാരിനുണ്ടായിരുന്ന ഇമേജ്, ആ ഇമേജാണ് ശൈലജ ടീച്ചർക്കുള്ളത്. രണ്ടാം പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ബാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബലാബലം ഇവർ തമ്മിൽ ഇപ്പോഴും ഉണ്ട്. ആദ്യമുണ്ടാക്കിയ ഓളം ഷാഫി പറമ്പിൽ അവസാന ഘട്ടം വരെ നിലനിർത്തുമോ എന്നുള്ളതും, ഈ ടീച്ചറമ്മ എന്ന് പറയുന്ന പ്രതിച്ഛായ ഷാഫി ഉണ്ടാക്കുന്ന ഓളത്തോട് കിടപിടിക്കുമോ എന്നുള്ളതുമാണ് വടകര ഇപ്പോഴും ഉറ്റുനോക്കുന്നത്.